ഹായ് ഹലോ, ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയായിട്ട് തോന്നിയത് അശ്വിൻ ശ്രുതിയോട് ചെയ്ത ആ ഒരു പ്രവൃത്തിയായിരുന്നു. ഒരിക്കലും ശ്രുതി പോലും അശ്വിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് കാണത്തില്ല. എന്തായാലും എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഇപ്പോൾ രാധയ്ക്കാണെങ്കിലും പ്രമീളയ്ക്കാണെങ്കിലും തൻ്റെ മരുമകനെ ഒന്ന് കാണാൻ, മരുമകൻ വന്നല്ലോ, അവരെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ശ്രുതിക്കൊരു സംശയം, ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആചാരമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ആദ്യം നിർമ്മല ആൻറ്റി വന്നു, എന്നിട്ട് പാലിന് വന്നു, പിന്നെ വേറൊരാൾ വന്നു, വീണ്ടും പഞ്ചസാരയ്ക്ക് വന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലും ഇങ്ങനെ സാധനങ്ങൾ തീർന്നു പോകുവാണോ അമ്മേ? എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് രാധ പറഞ്ഞത്, അവർ സത്യം പറഞ്ഞ സാധനങ്ങളൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, അവർ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം അവനെ ഇതുവരെ കണ്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇനി അവരെ വിളിച്ചോട്ടെ മോളെ, അവരെ കുറേ നേരമായിട്ട് വന്ന് നിൽക്കുന്നതല്ലേ, അപ്പോൾ അവരെ ഒന്ന് വിളിച്ചോട്ടെ, അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് രാധ പറഞ്ഞപ്പോൾ ശരി അമ്മായി വിളിക്ക്, എന്തായാലും അശ്വിൻ സാർ വന്ന് കാണും, അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നോക്കുമ്പോൾ അശ്വിനാണെങ്കിൽ റൂമിൽ തൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര ചൂടുണ്ട്. അശ്വിന് എപ്പോഴും ഈ AC-ക്കകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫാനില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് ഒന്നും അശ്വിന് സഹിക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് വട്ടം അശ്വിൻ നോക്കുന്നുണ്ട്, ചൂട് സഹിച്ച് നിൽക്കാനായിട്ട്, കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കതവെല്ലാം തുറന്നിട്ടിട്ടും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അശ്വിൻ ഒരു AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. AC വെക്കാനായിട്ട് നേരത്തെ ഇവിടെ വന്നതിന് ശേഷം തന്നെ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ അശ്വിൻ പതുക്കെ ശ്രുതിയുടെ ടേബിളിലിരുന്ന് വർക്ക് ചെയ്യുവാണ്. ശ്രുതി ആണെങ്കിൽ തൻ്റെ സ്ലൈഡ്, കമ്മല്, വള അങ്ങനെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുവാണ്. അതൊക്കെ കണ്ടപ്പോൾ അശ്വിന് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. എന്തായാലും അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മായിയും പ്രമീള വന്നിട്ട് ചോദിക്കുവാണ്, അശ്വിൻ ഇതേപോലെ നിനക്ക് മോനെ നീ ഫ്രീ ആണെങ്കിൽ നിന്നെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിൻ്റെ മനസ്സിൽ എന്താ, AC ഫിറ്റ് ചെയ്യാനായിട്ട് AC കൊണ്ടുവന്ന ആൾക്കാരാണെന്നാണ്. പക്ഷേ അവരുടെ മനസ്സിൽ അത് അയലത്തെ വീട്ടുകാർ അശ്വിനെ കാണാനായിട്ട് വന്നതാണ്. ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ അശ്വിൻ നേരെ താഴേക്ക് ചെന്നു. തൻ്റെ AC ഫിറ്റ് ചെയ്യാനായിട്ടും പിന്നെ അങ്ങനെ ACയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നെന്ന് വിചാരിച്ച് താഴോട്ട് ചെന്നു. താഴെ ചെന്നപ്പോൾ ശ്രുതി അയൽവക്കത്തുള്ള ചേച്ചിമാരോട് സംസാരിക്കുവാണ്. അപ്പോൾ ഇത് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ അശ്വിൻ ദേഷ്യം വന്നു. ഞാൻ വിചാരിച്ച പോലെ AC ബുക്ക് ചെയ്ത ആൾക്കാരായിരിക്കുമെന്നും ഇവരാണോ വന്നത് എന്ന് പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ ചമ്മി നിൽക്കുവാണ്. മാത്രമല്ല അശ്വിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മൊഞ്ചാണ്, വിചാരിച്ചതുപോലെയൊന്നും അല്ല, നല്ല പയ്യനാണ്. പിന്നെ അശ്വിൻ്റെ ജോലി എന്താണ്, എന്ത് പരിപാടിയാണ്, നല്ലതുപോലെ നോക്കുന്നുണ്ടോ? സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ സ്വന്തം വീട്ടിലോട്ട് വിരുന്നിന് വേണ്ടിയിട്ട് വരുമ്പോൾ സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, വീട്ടുകാരെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ, മോൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഭർത്താവിന് എന്താണ് ജോലി, ഭർത്താവ് സ്നേഹമുള്ളവനാണോ, അങ്ങനെ ഈ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്നതല്ലേ. അതുപോലത്തെ ചോദ്യങ്ങളാണ് അശ്വിൻ്റെ ഭാഗത്ത് നിന്ന്, അശ്വിനും അവിടെ അയൽപ്പക്കത്തെ ചേച്ചിമാരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. എന്തായാലും അശ്വിൻ ദേഷ്യം വന്ന് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ നല്ല കട്ടക്കലിപ്പിലാണെന്ന്. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ശ്രുതി മറുപടി പറഞ്ഞു. അശ്വിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺട്രാക്ട് ബേസ് ചെയ്ത് ജോലി ചെയ്യത്തില്ലേ, അതായിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നുമല്ല, വലിയ ബിസിനസ് കമ്പനി, വലിയ കമ്പനിയാണ്. അപ്പോൾ ബിസിനസ് മാനാണ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവർക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി ഭയങ്കര വലിയൊരു നിലയിൽ എത്തിയതിൽ സന്തോഷമുണ്ട്. ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി നമ്മുടെ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി തൻ്റെ ആ ഒരു മൂന്നാം മാസമാണ് തനിക്കെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാർബി ചോദിക്കുന്നുണ്ട്, 3 മാസത്തിലെ കുഞ്ഞ് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിച്ചിരിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ആകാശ് വരുന്നത്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ ആകാശാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ബാർബി ഓടിപ്പോയി കതക് തുറന്ന് ആകാശ് വന്നു. അപ്പോൾ നേരെ തൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത് കണ്ടപ്പോൾ
ബാർബിയുടെ വിചാരം ആകാശ് മിസ്റ്റർ എ തനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഉടനെ തന്നെ ബാർബി മനസ്സിൽ വിചാരിച്ചു, ഞാൻ മിസ്റ്റർ എക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്തു വെച്ചപ്പോൾ മിസ്റ്റർ എ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ബാർബി നേരെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ ഓടി വരാമെന്ന് പറഞ്ഞ് നേരെ റൂമിൽ പോയി. എന്നിട്ട് മിസ്റ്റർ എക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗിഫ്റ്റ് താൻ വരച്ചു വെച്ച ചിത്രം എടുത്തുകൊണ്ട് വരുവാണ്. ഈ സമയത്ത് ആകാശ് അകത്തേക്ക് ചെന്നു. അപ്പോൾ അഞ്ജലിക്കൊപ്പം പ്രീതിയും അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുവാണ്, എന്ത് വിശേഷമാണ്. അപ്പോൾ ഇത് പ്രീതി ഇന്ന് ശ്രുതിയും അശ്വനും തന്റെ വീട്ടിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് പ്രീതിയും അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഇന്നൊരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് എന്ന് ആകാശ് പ്രീതിയോട് പറയുന്നത്. അപ്പൊ എന്ത് ദിവസമാണെന്ന് അഞ്ജലി എടുത്തു ചോദിച്ചു. എന്നാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 3ാമത്തെ മാസമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് 3 മാസം കഴിഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിനിടയിൽ പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആകാശ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആകാശ് കൊണ്ടുവന്ന ഗിഫ്റ്റ് പ്രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു, അവിടെ ബാർബിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പൊ അവര് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അഞ്ജലി പറഞ്ഞു, ശരി നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അഞ്ജലി നേരെ അകത്തേക്ക് കയറിപ്പോയി. ബാർബി വന്നപ്പോൾ ബാർബിയും വിളിച്ചോണ്ട് പോയി. മോളെ അവര് സന്തോഷത്തോടെ ഇരിക്കുവല്ലേ, അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാവാനായിട്ട് നമുക്ക് പോകണ്ട, അവർ സന്തോഷത്തോടെ ഇരുന്നോട്ടെ, നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് ബാർബിയെ വിളിച്ചോണ്ട് പോയി. എന്നാൽ ബാർബിക്ക് ഇത് ഭയങ്കര ദേഷ്യം തന്നെയായിരുന്നു. ബാർബിക്ക് ഒരു പൊസസീവ്നെസ് ഉണ്ട്. താൻ മിസ്റ്റർ എയെ സ്നേഹിക്കും, പക്ഷെ മിസ്റ്റർ എ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളൊരു പൊസസീവ്നെസ് ബാർബിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബാർബി ദേഷ്യപ്പെട്ടു. അപ്പോൾ അഞ്ജലി ബാർബിയുടെ കൈ പിടിച്ച് അകത്തോട്ട് പോകുമ്പോൾ ബാർബി നോക്കുന്നുണ്ട്. പ്രീതിയുടെയും ആകാശിന്റെ ആ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ ബാർബി നോക്കി ദേഷ്യം വന്ന് നിൽക്കുവാണ്. മാത്രമല്ല ആ ഒരു ഗിഫ്റ്റ് പ്രീതിക്ക് ആകാശ് കൈമാറുമ്പോൾ അത് നോക്കിയിട്ടും ബാർബിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അത് ആകാശാണെങ്കിൽ പ്രീതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ മിസ്റ്റർ എ തന്നെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. തന്നെ മാത്രം എവിടെയും കൊണ്ടുപോകും, കറങ്ങാൻ പോവും, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തരും, ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. അങ്ങനെ തന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് തന്നിലേക്കുള്ള ആ ഒരു സ്നേഹം കുറഞ്ഞ് മറ്റൊരാൾക്കും കൂടി ഈ ഒരു സ്നേഹം പകർന്നു കൊടുക്കുന്നു എന്ന് മനസ്സിലായപ്പോഴുള്ള ഒരു പൊസസീവ്നെസ് ഇപ്പോഴും പ്രീതിയെയും ആരെയും ഉൾക്കൊള്ളാനായിട്ട് ബാർബി തയ്യാറായിരുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആൾക്കാർ വന്നു ആകാശിനോട് സംസാരിച്ചു, ഭയങ്കര ഹാപ്പി ആയിട്ട് അശ്വിൻ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ. പെട്ടെന്ന് തന്നെ ചായയൊക്കെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അശ്വിൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ ശ്രുതിയും പോയി. ശ്രുതി നേരെ അശ്വിൻ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് അശ്വിൻ ഇങ്ങനെ തിരിയുന്നതും ശ്രുതി പെട്ടെന്ന് കാല് തെറ്റി വീഴാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിയെ താങ്ങി പിടിച്ചു. അതിനുശേഷം കുറച്ചു നേരം അവരിങ്ങനെ കണ്ണും നോക്കി നിന്ന് അവരുടെ പ്രണയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അശ്വിൻ അകത്തോട്ട് കയറിപ്പോയതിന് പിന്നാലെയാണ് ഒരാൾ പുറത്തു വന്ന് വിളിക്കുന്നത്. ശ്രുതിയും രാധയും പ്രമീളയും കൂടി പുറത്തേക്ക് പോയി. അപ്പോൾ തങ്കനാണ് വന്നത്. തങ്കൻ വേറൊരാൾക്കൊപ്പം കുറച്ച് സാധനങ്ങൾ പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് വരുവാണ്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഇത് AC ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് പറയുന്നത്, ഇത് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്ത AC ആണെന്ന് പറഞ്ഞു. എന്നിട്ട് തങ്കനും അവർ രണ്ടുപേരും തന്നെ ഈ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവച്ചു. AC കൊണ്ടുവച്ച് പുറത്തേക്ക് വന്നതിന് പിന്നാലെ തന്നെ തങ്കൻ ഒരു പാക്കറ്റ് കൂടി അശ്വിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇത് സാറിന്റെ ആ ഒരു സെക്യൂരിറ്റി ഡ്രൈവർ കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് കയറിപ്പോയി. അപ്പൊ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, കണ്ടോ രാധയ്ക്കൊക്കെ ഇപ്പോൾ സന്തോഷമായില്ലേ, മരുമകൻ വന്നതിന് പിന്നാലെ തന്നെ AC ഇപ്പോൾ കൊണ്ടുവന്നില്ലേ, ഇനി ഫ്രിഡ്ജും TVയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നൊക്കെ അവരിങ്ങനെ തമാശ രൂപേണ പറഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങ് പോയി. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ പാക്കറ്റിൽ എന്താ? അത് എൻ്റെ ഡ്രൈവർ കൊണ്ടുവന്നതാണ്. ഇതായിരിക്കും എൻ്റെ സാധനങ്ങളാണ്, എൻ്റെ സോപ്പ്, ചീപ്പ്, പിന്നെ എൻ്റെ ഷാംപൂ, ഹാൻഡ് വാഷ്, അങ്ങനെ എൻ്റെതായിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചേ പഴക്കമുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയതും പ്രമീളയും രാധയും വന്നു. പെട്ടെന്ന് തന്നെ അശ്വിൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ടോപ്പിക്ക് വിട്ടിട്ട്, ശരി ഞാൻ അകത്തോട്ട് പോട്ടെ. അപ്പോൾ AC കാരൻ വന്ന് ചോദിച്ചു, സാർ ഈ AC എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്? അത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇത് പഴക്കം ചെന്ന വീടാണെന്നും അതുകൊണ്ട് ഈ AC ചുമരിൽ താങ്ങുമോ ഇല്ലയോ
എന്ന് അറിയത്തില്ല എന്ന് അയാൾ പറയുമ്പോൾ രാധ പറഞ്ഞു, പഴയ വീടാണെങ്കിലും AC താങ്ങേണ്ട ചുമരിൽ തന്നെ താങ്ങിക്കോളും, നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അശ്വിൻ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് AC ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ രാധയ്ക്ക് പ്രമീളയ്ക്ക് സങ്കടം തോന്നി. അശ്വിന് ഇഷ്ടമുള്ള സാധനങ്ങൾ അവൻ വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ അശ്വിൻ്റെ ഇഷ്ടത്തിന് അവൻ നടന്നോട്ടെ, നീയായിട്ട് തടയാൻ പോകണ്ട. രാധ പറഞ്ഞത്, അശ്വിന് ചൂടുണ്ട് അല്ലെങ്കിൽ AC വാങ്ങണമെന്ന് ഒരു വിവരം പറഞ്ഞിരുന്നുവെങ്കിൽ ശ്രുതി നിനക്കെങ്കിലും പറയാമായിരുന്നു, നീ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. നീ ഈ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ എവിടെന്നെങ്കിലും പൈസ ശരിയാക്കി ഞങ്ങൾ AC ഫിറ്റ് ചെയ്യത്തില്ലായിരുന്നു, നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ രാധ പറയുവാണ്. എന്നാൽ ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് സങ്കടം തോന്നി. തൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കുറവുകളുണ്ട് എന്ന് ശ്രുതിക്ക് അറിയാം. പക്ഷേ അതെല്ലാം അശ്വിൻ ഇങ്ങനെ നികത്തുന്നതിന് വേണ്ടിയിട്ട് AC ഫിറ്റ് ചെയ്യുന്നു, അല്ലാതെ ഹാൻഡ് വാഷും സോപ്പും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സാധനങ്ങൾക്ക് തനിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ അത് അശ്വിൻ നികത്തുവാണ്. അശ്വിൻ വന്നതിന് ശേഷമാണ് ഈ വീടായിട്ട് മാറിയത് എന്ന് മറ്റുള്ളവർ ഇങ്ങനെ ചിന്തിക്കത്തില്ലേ, കളിയാക്കത്തില്ലേ എന്നൊക്കെയുള്ള ഒരു സങ്കടം ശ്രുതിക്കുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടപ്പോൾ രാധയ്ക്കും സങ്കടം തോന്നി, പ്രമീളയ്ക്കും സങ്കടം തോന്നി. എന്നാൽ പ്രമീള ശ്രുതിയെ സമാധാനിപ്പിച്ചു, മോള് കാര്യമാക്കേണ്ട ആവശ്യമില്ല, അശ്വിൻ്റെ രീതിയിൽ തന്നെ നടന്നോട്ടെ, മോള് കാര്യമാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ശ്രുതിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.